അപ്പൊ ഞങ്ങൾ വീട് വിട്ട് പോവുകയാണ്, ഞങ്ങൾ സ്ഥലത്തേക്ക് പോകണം അല്ലേ. അപ്പൊ ഞങ്ങൾ അങ്ങനെ കിട്ടും കിടക്കൊക്കെ ആയിട്ട് വന്നേക്കണത് ഇവിടെയാണ്, ചേച്ചിയുടെ വീട്ടിൽ. അതെ, ഇവിടെ വൈകിട്ടത്തേക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ നേരെ വന്നിരിക്കുന്നു. ഞങ്ങൾ ചാലാക്ക മെഡിക്കൽ കോളേജിലേക്ക് വന്നപ്പോ പ്രഷർ കൂടി, ടെൻഷനായിട്ട് പ്രഷർ കൂടി. TMT ടെസ്റ്റ്, ടെസ്റ്റുകൾ ഇവിടെയാണ് ചാലാക്ക മെഡിക്കൽ കോളേജിലാണ് വന്നേക്കണത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പൊ ഞങ്ങൾ വീട് വിട്ട് പോവുകയാണ്, ഞങ്ങൾ സ്ഥലത്തേക്ക് പോകണം അല്ലേ. അതെ അതെ, ഞങ്ങൾ ഇന്ന് പുറത്താണ്, ഞങ്ങൾ ഇന്ന് ഒരു ദിവസം സ്റ്റേ അടിക്കാന്ന് എഴുതി പോകും. ഓ ഗൈസ്, അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങള് സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഉഷാറായിട്ട് അമ്മ പോയ കഴിഞ്ഞ പിന്നെയാണ് വീഡിയോ എടുക്കണത്. അമ്മ പോണേന് മുന്നേ ഉള്ള കുറച്ച് സംഭവങ്ങളൊന്ന് ഓടിപ്പോന്ന് കണ്ടിട്ട് വേണ്ട. എന്നിട്ട് ബാക്കി പറയാം. അതെ, അപ്പൊ നോക്കിയേ രാവിലെ തന്നെ പോകണ്ട ആൾ റൈഡ് പോണേണ്. എന്താണ് എല്ലാ ദിവസവും കാലത്തെ റൈഡ് പോകും, എന്നിട്ട് എറണാകുളം മാർക്കറ്റിലൊക്കെ വണ്ടി പിടിച്ച് പറപ്പിക്കുന്നു. അതെ, എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ മുതലാളി വളരെ കസേര കയറിയിരിക്കും. മുതലാളി എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട്. ഇന്നലെ അങ്ങനെ ഇതേക്കിടുക മുതലാളിക്ക് പ്രത്യേകിച്ച് കസേര ഇല്ല, പറ ഇല്ല, അങ്ങനൊന്നുമില്ല. കസേര എല്ലാവർക്കും ഇരിക്കാനുണ്ട്. ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാട്ടാ. മന്ത്രിമാരെ കസേര ഒന്നും കയറിയിരിക്കാൻ പറ്റൂല. ഞാൻ ഇന്നലെ ഇട്ടോടെ ഒരു ഫുള്ളി ഫോട്ടോ വെച്ചാൽ അമ്മ അവിടെ ഇരിക്കുന്നത്. വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വിഷമിക്കുമ്പോ ഞാൻ ആരുടെ കസേരൊന്നും നോക്കാറില്ല. അതെ, ഏതെങ്കിലും കടയ്ക്കുമ്പോ കസേര കാണുമ്പോ ഞാൻ കയറിയിരിക്കും. അങ്ങനത്തെ അഹങ്കാരമൊന്നും. അതെ, എളിമയുടെ മുതലാളി എന്നിട്ട് പോയപ്പോ തന്നെ ഞാൻ കയറിയിരുന്നു. ആ മുതലാളി എന്നെ ഫോട്ടോ എടുത്ത് കണ്ണിട്ട് കൊടുത്തേക്കത്. അതെ ഗൈസ്, അപ്പൊ ഇന്നലെ അങ്ങനെ ഇന്നലെ കളി ഉണ്ടായിരുന്നല്ലേ. ഇന്നലെ കളിച്ചിട്ടുണ്ട്, ചെറിയ കളി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കുറെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കളി കാണാൻ വേണ്ടി മാത്രമൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് വയ്യ. അതെ, ഫോട്ടോ ഒക്കെ എടുത്തത് കാണാൻ ഞാൻ കണ്ട്. എന്നിട്ട് അത് പറഞ്ഞു എന്റെ അത്ര ഉള്ളതാണ് അത്. ഞാൻ പറഞ്ഞു പേരൊക്കെ ചോദിച്ചതായിരുന്നു. അതെ, അതാരണ പോണത് വലിയ കാലൊടിച്ചു. മോളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ശരിയാണ്, ഒരു ചേച്ചി ഓടി വന്നിരുന്നു ഭയങ്കര സന്തോഷമായിട്ട്. കണ്ടല്ലോ, അത് മതി എന്നൊക്കെ പറഞ്ഞു. നമുക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായി. എവിടെയെങ്കിലും ചാലൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്താണ് ഇന്നാണ് ഞങ്ങളുടെ കളി, ഇന്നാണെന്ന് പറഞ്ഞത്. അവിടെ ദിവസവും ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും ദിവസവും ഉണ്ടല്ലോ. എന്താണ് ഇങ്ങനെ ചേച്ചിയൊക്കെ ഇവിടെ ഇല്ലേ? ആരെയും കാണാറൊന്നുമില്ല. ഞങ്ങൾ 1 മണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഇന്നലെ ഓണക്കളി കഴിഞ്ഞിട്ട് നേരെ പോയത് തക്കുന്റെ വീട്ടിലേക്കാണ് പോയത്. ഇന്നലെ തക്കുന്റെ വീട്ടിലായിരുന്നു അല്ലേ മാ? ഇന്നുണ്ട്, ഇന്ന് ഇവിടെ തന്നെ ചെറിയൊരു. പിന്നെ ഇനി 15-ാം തീയതി നമുക്ക് തൃശ്ശൂർ കളിയുണ്ട് അല്ലേ. തൃശ്ശൂർ മത്സരക്കളിയുണ്ട്, ഒരു 6 ടീമിന്റെ മത്സരക്കളിയാണ്. ഞങ്ങൾക്ക് ഇടലം പരിപാടിയൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു അല്ലേ. ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാം. അതെ അതെ അതെ, അവള് ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളത്. രാവിലെ എഴുന്നേക്കുമ്പോ ആരാണ് ലിപ്സ്റ്റിക് ഇടുന്നത്? അയ്യോ, അയ്യോ. ടാറ്റാ, ബാക്കി വിഷയങ്ങൾ പിന്നെ കാണാം. എങ്ങനെയുണ്ടായിരുന്നു? അതെ അതെ, കുറെ ദിവസങ്ങളായാലും പക്ഷെ നമ്മൾ എടുത്തിട്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമ്മള് ചേച്ചിയുടെ വീട്ടിലാണ്, കൂട്ടുകാരാണ് പോണത്. അതെ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്സവമാണ്. പിന്നെന്ന് വെച്ചാൽ അവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇന്നലെ അവിടെ തന്നെ ആയിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് അവിടെ തന്നെ. അതെ അതെ, 5 ദിവസത്തെ ഉത്സവമാണ്. ഇന്നലെ നമുക്ക് കളിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് നേരം അങ്ങോട്ടേക്ക് പോയി കളിയുണ്ട്, അതൊക്കെ അതിന്റെ വരുള്ളൂ. സുധിന്റെ രാവിലെ വാക്കാക്കണം, അവിടെ പോയിട്ട് അവിടെ നിൽക്കും. ഞാൻ നേരെ ജോലിക്ക് പോകും അല്ലേ. കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങും. നമുക്ക് നല്ലൊരു ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതെ അതെ, അപ്പൊ അതിനൊക്കെ പോകാനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അപ്പൊ നമ്മളിനി അവിടത്തെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളായിരിക്കും. പിന്നെ അമ്മയിന്ന് ഉച്ചക്ക് വരും. അമ്മയിന്ന് ഡോക്ടറിന്റെ അടുത്ത് പോണത്, ഡോക്ടറിന്റെ അടുത്ത് പോകണം. അമ്മഴക്കുന്ന് നമുക്കിപ്പോ കുറച്ചാളായിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വിട്ട് മാറാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചില സമയങ്ങളിൽ ഇങ്ങനെ വരാറുണ്ട്, പക്ഷെ ഈ പ്രാവശ്യത്തിൽ കൂടുതലാണ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഇന്നാളൊരിക്കൽ പറഞ്ഞിരുന്നല്ലോ വയ്യാണ്ടായതിന്റെ ഇതൊക്കെ. അപ്പൊ അതിന് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ 2-3 ടെസ്റ്റും കൂടെ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് 2-3 ദിവസമായി ബുക്ക് ചെയ്ത് ഇങ്ങനെ നടക്കണത്. അപ്പൊ ഇന്നിപ്പോ ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അമ്മക്കൊപ്പം എത്താൻ പറ്റുന്ന ഒരു ടൈമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതങ്ങോട്ട് ചെയ്തേക്കാന്ന് ഓർത്ത്. ഈ നമ്മ
ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ചെയ്യാണ്ടിരിക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് പിന്നെ ഓക്കെ ആവല്ലോ, ഒരു സമാധാനമാവല്ലോ എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും. അങ്ങനെ പിന്നെ അത് ചെയ്യണം. ഇന്ന് ചെയ്യണം. ഇന്നിപ്പോ ആൾ ഉച്ചക്ക് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ ഉച്ചക്ക് വരും. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 3 മണി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ 2:45 എത്താട്ടാണ്. അപ്പൊ ഞാൻ 2:45 എത്തൂല ഡോക്ടറെ എത്തിയിട്ട് 2:45 അത്ര അല്ല 2:55 എത്തിയാൽ മതിയായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഇത്തിരി അങ്ങോട്ട് പോവാനുണ്ട്, എന്നാലും അടുത്താണ്. പക്ഷെ അമ്മ അവിടെ നിന്ന് വരണമല്ല. മുടി നനഞ്ഞിരിക്കണേ. കുളിച്ചിട്ട് കാർക്കൂന്തൽ തുടച്ചിട്ടില്ല. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ തുടർന്നുള്ള ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ? നമുക്ക് പോയാലെന്നാ നമുക്ക് പോവാം ഗൈസ്. വാ. അപ്പൊ ഞങ്ങൾ അങ്ങനെ കെട്ടും കിടക്കൊക്കെ കേട്ട് വന്നേക്കണത് ഇവിടെയാണ്, ചേച്ചിയുടെ വീട്ടിൽ. അയ്യോ നിരുന്നതിന്റെ വിഷമം. അവ ഞങ്ങക്ക് എന്താണ് ചൂടിട്ടൊക്കെയാണ്, എന്താണ് തുടച്ചിട്ടേക്കാണ്. അതാണ് വാലടച്ചിട്ടേക്കണേ. ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ കയറിയാ മതി, അല്ലെങ്കിൽ ഇവിടേക്ക് മറ്റേ പുകച്ചൊക്കെ വെച്ചൊക്കെയാണ് ചേച്ചി. അതാണ് അനക്കൊന്നുമില്ലാണ്ട്. അപ്പൊ ഇനി ഞങ്ങള് അകത്തേക്ക് കയറി. ചേട്ടനുണ്ട് അവിടെ പണിയിലാണോ? സീരിയസ് ആയിട്ടും ചോറിനാ പിന്നെ തിരിച്ചൊക്കെ പോകേണ്ടി വന്നു. അതെ, ഇവിടെ വൈകിട്ടത്തേക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ പച്ചക്കറി മുഴുവനും വെച്ച് നമ്മളിന്ന് പുറത്തുനിന്നൊന്നും വരുത്തിക്കണമൊന്നുമില്ല. സാധാരണ അത് സുധു മുറ്റടിച്ച് എല്ലാവരും പണിയിലാണ് ഇവിടെ. സുധു മുറ്റടിച്ചില്ലെന്ന് പറഞ്ഞ അടിക്കുന്നുണ്ട് വിളി. ഉത്തരവാദിത്തം. അതായത് ഇന്ന് നമ്മളില്ലേ പുറത്തുനിന്നൊക്കെ അല്ലെങ്കിൽ എല്ലാവരും കുറച്ച് പേര് നമ്മളെല്ലാരും കൂടി കൂടുമ്പോ ബിരിയാണി മേടിക്കാം, പണിയെടുക്കേണ്ട വെറുതെ ഇരിക്കാം. പക്ഷെ ഈ പ്രാവശ്യം സുനിച്ചേട്ടന്റെ ഐഡിയ പ്രകാരം നാടൻ ഫുഡുകൾ വെച്ചിട്ടുള്ള ഒരു സുനിച്ചേട്ടനാണെങ്കിൽ ഉണ്ടാവാറില്ലല്ലോ. സുനിച്ചേട്ടൻ അപ്പൊ അതെ അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യാൻ പോണു. ഇവർക്ക് വേണ്ടിട്ട് ഞങ്ങൾ ചായയൊക്കെ റെഡിയാക്കി കാത്തിരിക്കണേട്ടാ. ഞങ്ങള് സുനിച്ചേട്ടന്റെ 2 ട്രിപ്പ് കഴിഞ്ഞു. പ്രത്യേകം എടുത്ത് പറയാം, കടലക്കറിയൊക്കെ തീർന്നു തുടങ്ങി. ആ മുഖത്തൊന്ന് സന്തോഷം കണ്ടതാണ്. ചിരിച്ചു നിക്കണോക്കി. മറ്റേ സാധനമൊക്കെ എന്താണ് കൊറിയൻ ചെവിക്ക് പിടിക്കണോ? അങ്ങനെ അപ്പൊ ഞങ്ങളുടെ പണികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണ്. തന്നെ എന്താണ് അച്ചോട്ടനെ പോലെ താടി വീശിണ്ടാവോ? ആ ഡയലോഗ് നമുക്ക് മാറ്റാം. സുനിച്ചേട്ടനെ പോലെ തന്നെ നല്ല സ്വീറ്റ് ആൻഡ് എന്തൊക്കെ കേൾക്കണല്ലേ. എന്ത് പറയണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതിന്റെ ഓണർ ഇപ്പൊ വരും. നേരത്തെ നിങ്ങൾ ഷർട്ട് ഇടാതെ കണ്ടു, ഇനി അങ്ങനെ ഷർട്ട് ഇടാൻ പോയി. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മോര് കറി, പക്ഷെ ഇത് റെഡി ആവണുള്ളൂ. ഇതിന്റെ ഗ്യാസ് ഓണാണ്. അച്ചിങ്ങായുടെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുനിച്ചേട്ടന്റെ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. റെഡി ആയിട്ട് വന്ന് കല്യാണരാമല്ല ചേട്ടനെ പോലെ സുനിച്ചേട്ടനെ പോലെ തന്നെ. അതെ. പിന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ പെരട്ടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതെ 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 അതെ. അപ്പൊ സംബന്ധിച്ചില്ല ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി ശേഷം കാണാം. അപ്പോഴേക്ക് ഞാൻ ഒരാളെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴേ ബാക്കി വിഷയം അവിടെ പെടുന്ന കാണിച്ചാൽ അല്ലേ? ആ വിശേഷങ്ങൾ കണ്ടിട്ടാണ്. ഓക്കെ, നേരെ വന്നിരിക്കുന്നു ഞങ്ങൾ ചാലാക്ക മെഡിക്കൽ കോളേജിലേക്ക്. നമ്മുടെ അന്നത്തെ ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ 2-3 ഹോസ്പിറ്റലുള്ളത് ഇവിടെ നമ്മുടെ പറവൂര് തന്നെ. അപ്പൊ അത് നേരെ ഇവിടെ വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ? ബ്ലഡ് എന്നൊക്കെ പറയാൻ കിട്ടുന്നില്ല. അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ പിന്നെ വേറെ എന്താണ് എക്കോ ടെസ്റ്റും TMT ടെസ്റ്റും. അപ്പൊ ടെസ്റ്റുകൾ ഇവിടെയാണ് ചാലാക്ക മെഡിക്കൽ കോളേജിലാണ് വന്നേക്കണേ. അപ്പൊ അറിവുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുന്നത്. മെഡിക്കൽ കോളേജ് പറവല്ല, മിക്കവർക്കും അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ കയറിയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ വരാം അല്ലേ? അപ്പോൾ
TMT ടെസ്റ്റ് ഒഴിവാക്കി എക്കോ ടെസ്റ്റ് ചെയ്യണം ഇനി അല്ലേ? വന്നപ്പോ പ്രഷർ കൂടി, ടെൻഷനായിട്ട് പ്രഷർ കൂടി, സ്റ്റെപ്പ് കയറി വന്ന പ്രഷർ കൂടി വന്നു. പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അല്ലേ? നോക്കട്ടെ, കാലത്ത് നോക്കിയാലും കൂടുതലായിരുന്നു പ്രഷർ. ഇപ്പൊ ടെൻഷനായിട്ടാണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ തന്നെ വിളിക്കും, ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാനാണ് പറഞ്ഞേക്കണം. നമുക്ക് നോക്കാം, വെയിറ്റ് പണല്ല. ഹലോ, അപ്പൊ നോക്കി നമ്മളപ്പ നേരെ ഉത്സവം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടാ വീട്ടിലെത്തിയപ്പോ നേരെ വെളുപ്പിനായി അല്ലേ? അതെ, ഭയങ്കരമായിട്ട് വൈകി. അപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊന്നും പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്ന് വെച്ചാൽ വന്ന ഒഴുകി നല്ല മഴയായിരുന്നു, വൈകിട്ട് നല്ല മഴയായിരുന്നു. പിന്നെ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി, പണിത്തിരക്കും കാര്യങ്ങളൊക്കെ, പിന്നെ പുറത്തേക്ക് അങ്ങനെ വേറെ അതിന്റെ ഒരു നല്ല കിടിലം വീഡിയോന്റെ പുറകെ വരുന്നുണ്ട് അല്ലേ? അതെ, അന്നത്തെ രാത്രിയിലെ വിശേഷങ്ങളെല്ലാം ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അത് നല്ല അടിപൊളി വിശേഷങ്ങളാണ്. ഇതുവരെ നമ്മളുടെ ഇടയിൽ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലേ? ഇതേപോലെ അങ്ങനെ പോയിട്ടില്ല എന്തായാലും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഒക്കെ വരുന്നുണ്ട്. സാധാരണ അല്ലെങ്കിൽ അവിടെ കൂടുമ്പോഴൊക്കെ സിൻചേട്ടനാണെങ്കിലും ഉണ്ടാവാറില്ല. അതാണ് മെയിൻ കാരണം. നമ്മളിപ്പോ ഏത് വീട്ടിൽ ഇവിടെ ആയാലും ഇപ്പൊ വീട്ടിൽ കൂടിയപ്പോഴാണെങ്കിലും സിൻചേട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും കൂടെ അങ്ങനെ കൂടണ ഒരു അങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ്. അതെ, സംഭവം എന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ കൂടുതലുള്ള സമയത്ത് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയില്ല. മറ്റേ കളിയുണ്ടെന്ന് പറഞ്ഞില്ല, കളിക്ക് എത്തി. പിന്നെ 2 മണി വരെയൊക്കെ അവിടെ തന്നെ ഇരുന്ന് എല്ലാവരും ഇരുന്ന് അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് പോകുന്നുങ്ങാട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. പിന്നെ നമ്മുടെ വെച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇന്നലെ എക്കോ ടെസ്റ്റ് നടത്തിയായിരുന്നു. എക്കോ ടെസ്റ്റ് നടത്തിയപ്പോൾ നോർമലായിരുന്നു, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രഷർ ഉണ്ട് നമുക്ക്, പിന്നെ കൊളസ്ട്രോൾ ഇത്തിരി വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ രണ്ടും ഇത്തിരി ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ 10 ദിവസം ഇപ്പൊ നോർമലി ഒരു ഗുളിക കഴിക്കേണ്ടായിരുന്നു പ്രഷറിന്റെ, ഒരു 10 ദിവസത്തേക്ക് വേണ്ടി. പക്ഷെ അത് ഇപ്പൊ നൈസായിട്ട് ചവിട്ടിക്കൊണ്ട് രാവിലെ ഒരെണ്ണം, അത് വൈകിട്ട് ഒരെണ്ണം ആക്കി അല്ലെ? അതിന്റെ ഡോസ് കുറച്ചിട്ട് 2 നേരം ആക്കി. അല്ല, ഞാൻ പറഞ്ഞതിന്റെ ഡേക്കറി പറയണ്ടല്ലോ നിർത്താന്. ഡോസ് കുറച്ചിട്ട് 2 നേരം ആക്കി എന്നിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ആക്കി. അപ്പൊ രാവിലെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് കഴിക്കുമ്പോഴേക്കും. ഉച്ചയാകുമ്പോഴേക്കൊക്കെ ഒരു വിറവലും ക്ഷീണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒറ്റ ഡോസ് മാറ്റിക്കൊടുത്ത് പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ പ്രഷർ ഇനിയിപ്പോ നമ്മള് 10 ദിവസം ഒന്ന് ചെക്ക് ചെയ്ത് നോർമലായിട്ട് മാത്രമേ നമുക്ക് ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ. TMT എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ BP നോർമൽ ആയാലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ടാവും. മിക്കവർക്കും പറയുന്ന ടെസ്റ്റ് ആണ് നമ്മളിങ്ങനെ. അപ്പൊ കൊളസ്ട്രോളും ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് നമ്മളിപ്പോ അതൊക്കെ ചെയ്യാമെന്ന് ഇങ്ങനെ ഓർത്ത്. കുറച്ചുള്ളൂ കേട്ടോ കൊളസ്ട്രോൾ, എന്നാലും അത് ഇത്തിരി കൂടുതലാണ്. അതെ, അപ്പൊ ഉപ്പൊക്കെ ഒഴിവായിക്കോളാൻ പറഞ്ഞിട്ട് നമ്മളത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോ ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്കപ്പ് ചെയ്തിട്ട് വേണം ഇനി TMT ടെസ്റ്റ് നടത്താൻ വേണ്ടി. BP കറക്റ്റ് ആവണം. കറക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇപ്പൊ എക്കോല് കുഴപ്പമൊന്നുമില്ല, വേറെ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ ആ ടെസ്റ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, അതിലും കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അതങ്ങനെ ഇതായി പോകും. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നലത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ അതായിരുന്നു അല്ലേ? അതെ. അപ്പൊ അത്ര ഉള്ളൂ. തിരിച്ചു വന്ന വഴിക്ക് പിന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു കൂട്ടുകാരനെ ഹോസ്പിറ്റലിൽ കാണാൻ കയറി, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വന്നതിന് ശേഷം പിന്നെ കുറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് കേറിയിട്ടാണ് വന്നത്. കണ്ടിട്ടൊക്കെ അഡ്മിറ്റ് ആയിട്ട് കാണാൻ പോയതാണ്. അതൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. അതെ, അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.